അപ്പോൾ അതുപോലെ ഈ ഇപ്പം സ്ത്രീകളെ കാര്യം എടുത്താൽ ഹജ്ജിന് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു നിബന്ധന കൂടി നമുക്ക് കാണാൻ കഴിയും. അതായത് കൂടെ ഭർത്താവോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ ഹറാമായിട്ടുള്ള ആളുകളോ കൂടെ ഉണ്ടാകണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് എല്ലാ സമ്പത്തും അതുപോലെ തന്നെ അവർ യാത്രാ സൗകര്യവും എല്ലാം ഉണ്ട്, ശാരീരിക ശേഷിയും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പറയുന്ന നിബന്ധനയില്ല. എന്നാൽ ആ സ്ത്രീക്ക് ഹജ്ജ് നിർബന്ധമല്ലാതാകുമോ? അതിന് സാധാരണ പറയാ മഹ്റം എന്നാണ്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശേഷിയുണ്ട്, ശാരീരികമായ ബുദ്ധിമുട്ടൊന്നുമില്ല, ആരോഗ്യമുണ്ട്, യാത്രയിൽ മറ്റ് പ്രതിബന്ധങ്ങളൊന്നുമില്ല. പക്ഷേ കൂടെ പോകാൻ ആണായിട്ട് ഭർത്താവോ മറ്റ് വിവാഹബന്ധം നിഷിദ്ധമായ പിതാവ്, മക്കൾ, സഹോദരന്മാർ ഇങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാണോ അല്ലേ എന്നുള്ള ഹംബലി മദ്ഹബ് അനുസരിച്ച് ഹജ്ജ് ചെയ്യാൻ അത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഹംബലി സൗദി പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ വളരെ കർശനമായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ ചില പണ്ഡിതന്മാരും ഒക്കെ അതിൽ എല്ലാവർക്കും ആ നിയമം ബാധകമാക്കുകയും മറുവശം പറയാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ പല സ്ത്രീകൾക്കും ഉംറക്ക് പോകാനും ഹജ്ജിന് പോകാനൊക്കെ ഈ വിഷയത്തിൽ ഒരു ഇഷ്കാലുണ്ട്. എല്ലാം റെഡിയായിട്ടും പോകാതെ ഈ ഒരൊറ്റ കാരണത്താൽ. ഈ വിഷയത്തിൽ മുസ്ലിം ലോകത്ത് പണ്ട് മുതലേ രണ്ടഭിപ്രായമാണുള്ളത്. താബീയങ്ങളുടെ കാലം മുതൽ, സഹാബിമാരുടെ കാലത്ത്. ഇവിടെ തനിച്ച് ഒരു സ്ത്രീ യാത്ര ചെയ്യുന്നതിന് ആരും അനുകൂലമല്ല. അനുകൂലമല്ലാത്തത് എന്തുകൊണ്ടാണ്? ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ എന്തോ വിരോധം കൊണ്ടല്ല, അവളുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറയുന്നത്. അതുകൊണ്ട് മഹറമില്ലാതെ യാത്ര ചെയ്യരുത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര മഹറമില്ലാതെ ചെയ്യരുത്. അത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഏത് യാത്രയാണെങ്കിലും മഹറമില്ലാതെ പാടില്ല എന്ന ഹദീസ് ഉണ്ട്. പക്ഷേ ഈ ഹദീസ് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ഹീറ എന്ന് പറഞ്ഞ സ്ഥലം അറിയോ? ഇറാഖിലെ കൂഫയുടെ അടുത്തുള്ള സ്ഥലമാണ്. എന്നാൽ താങ്കൾക്ക് കാണാം, താങ്കൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ താങ്കൾക്ക് കാണാം, ഹീറയിൽ നിന്ന് ഒരു സ്ത്രീ ഒറ്റക്ക് മിൻ ഗൈരി ജിവാരി അഹദിൻ, ഒരാളുടെയും സെക്യൂരിറ്റി ഇല്ലാതെ തനിച്ച് വന്ന് മക്കത്ത് വന്ന് കാബ തവാഫ് ചെയ്ത് പോകുന്നത് നിനക്ക് കാണാം. പ്രവചനാണ്. ഈ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫലഖദ് റഅയ്തു ദഈനത തഖ്റുജു മിനൽ ഹീറതി വതതൂഫുൽ കഅബ മിൻ ഗൈരി ജിവാരി അഹദിൻ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം ഞാൻ കണ്ണോണ്ട് കണ്ടു. ഹീറയിൽ നിന്നൊരു പെണ്ണ് വന്ന് കാബ തവാഫ് ചെയ്ത് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്ന ഞാൻ കണ്ടു. അപ്പോൾ ഇമാം ഷാഫിഈയെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചു. അപ്പോൾ ഒറ്റക്കൊരു സ്ത്രീ വന്ന് ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുന്നത് കാണാമെന്ന് പറയുമ്പോൾ അതൊരു പാടില്ലാത്ത കാര്യമാണെങ്കിൽ, ഒരു ഇസ്ലാമിന് ഗുണമുണ്ടാകുന്ന അങ്ങനെ ഒരു പ്രവചനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അക്കാര്യം വ്യക്തമാക്കും. അങ്ങനെ ഒരു സ്ത്രീ വരുമ്പോൾ ഹജ്ജ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ ഇസ്ലാമിൽ അത് പാടില്ലാത്ത കാര്യമാണെങ്കിലോ ഹജ്ജ് സഹീഹാവുകയില്ലെങ്കിലോ അക്കാര്യം റസൂൽ പറയും. അപ്പോൾ ഇമാം ഷാഫി ചെയ്ത് ഈ ഹദീസിനെയും പരിഗണിച്ചു ആ ഹദീസിനെയും പരിഗണിച്ചു എന്നുള്ള, അതായത് സ്ത്രീ തനിച്ച് മഹറമില്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല, ഹജ്ജിനായാലും ഉംറക്കായാലും ഒന്നിനും പോകാൻ പാടില്ല. അതേപോലെ ഒറ്റക്കൊരു സ്ത്രീ വന്നിട്ട് ഹജ്ജ് ചെയ്ത് പോകുന്നത് കാണാമെന്ന് പറഞ്ഞ് പ്രവചിച്ചു. അത് സഹീഹ് ബുഖാരി തന്നെ കാണാം, പ്രവചനം പുലരുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഒരു സ്ത്രീ മഹറമില്ലാതെ യാത്ര ചെയ്യരുത് എന്ന് പറഞ്ഞതിൻ്റെ ഗുട്ടൻസ്, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? അതിൻ്റെ ഹിക്മത്ത് സ്ത്രീയുടെ സുരക്ഷിതത്വമാണ്. അപ്പോൾ ഒരു അന്യ സ്ത്രീ ഇങ്ങനെ തനിച്ച് യാത്ര ചെയ്യുക, വളരെ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്ര, അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അസുഖം വന്ന്, അല്ലെങ്കിൽ ഒരു ആവശ്യം വന്ന്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട്, അപ്പോൾ ഒക്കെ കൂടെ അവരെ കൈപിടിക്കാനും എഴുന്നേൽപ്പിക്കാനൊക്കെ പറ്റുന്നത് അന്യപുരുഷന്മാരെക്കാൾ എന്തുകൊണ്ടും സ്വന്തം ഭർത്താവും സഹോദരനും മക്കളും ഒക്കെ ഉപ്പയൊക്കെ ആയിരിക്കുമല്ലോ. ഇത് ഇന്നും പ്രസക്തമായൊരു ഹദീസാണ്. അതേസമയം നല്ല വളണ്ടിയർമാരുണ്ട്. ചില ഗ്രൂപ്പുകളിലൊക്കെ സ്ത്രീകൾ എന്ന വളണ്ടിയർമാരുണ്ടാവും. അങ്ങനെ വളണ്ടിയർമാരുണ്ടാകുമെങ്കിൽ ആ വളണ്ടിയർമാർ ഇവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാനുള്ളതാണ്. പിന്നെ ചിലതിൽ ഡോക്ടർമാരും നഴ്സുമാരും എന്ന് തുടങ്ങി വളരെ വളരെ ഭദ്രമായ ഒരു ടീമിൻ്റെ കൂടെയാണ്, വിശ്വസനീയമായ ടീമിൻ്റെ കൂടെയാണ് പോകുന്നതെങ്കിൽ
അവർക്ക് മഹറമില്ലാതെയും യാത്ര ചെയ്യാം. ഇതാ അമിനത്തിൽ ഫിത്നത്തു, ഫിത്ന ഭയപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ ആയാലും മതി എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൽ ശരി. അപ്പോൾ അതുകൊണ്ട് ഇന്ന് സൗദി ഗവൺമെൻറ് പിന്നെ നിബന്ധന വെച്ചിട്ടില്ല. മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ അടുത്തായിട്ട് അവർ ആ നിബന്ധന എടുത്തു കളഞ്ഞിട്ടുണ്ട്. പ്രധാനം ഇതിൽ സുരക്ഷയാണ്. അതിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഹജ്ജിന് നേതൃത്വം കൊടുത്ത് പോയ ആളെന്നുള്ളവർക്ക് പറയാം, മഹറമോ അല്ലെങ്കിൽ അടുത്ത ഇങ്ങനെ പരിചയമുള്ളവരോ ഉണ്ടാവേണ്ടതാണ് എന്ന് നമുക്ക് പോകുമ്പം തോന്നും. കാരണം പലപ്പോഴും തവാഫ് ചെയ്യുന്നത് മാത്രമല്ലല്ലോ, അറഫയിൽ, മിനയിൽ, പിന്നെ 45 ദിവസം 30 ദിവസമൊക്കെയാണ് അവിടെ കഴിയേണ്ടി വരുന്നത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന്. അപ്പോൾ അവരെ കൂടെ മഹറം ഉണ്ടായ ഏറ്റവും നല്ലത് ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതില്ലാതെ കുറെ സുരക്ഷിതമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും പോകാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് തീവ്രമായ നിലപാടാണ്. അങ്ങനെ നിലപാട് പുലർത്തേണ്ടതില്ല. ഇങ്ങപ്പുറത്ത് ഭൂരിഭാഗം ഫുഖഹാക്കളും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ റസൂലിന്റെ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും സഹാബിമാർ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. ഫത്തുൽ ബാരിലൊക്കെ നമുക്ക് കാണാം.